ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്നിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈദ് മുബാറക്ക് കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ തലേത്തെ ദിവസത്തെ പിന്നെ പെരുന്നാളിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. റെസിപ്പി വീഡിയോ ആയിട്ടൊന്നും കാണിക്കണില്ല. അപ്പോൾ കുറേ ലെങ്തോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ പണിയും കുറച്ച് നടക്കൽ കുറേ കേട്ടോ. എന്ന് വെച്ചാൽ വേഗം റെഡി ആവില്ല വീഡിയോ എടുത്ത് നിന്നാൽ. അപ്പം കുറച്ച് സ്നാക്സ് എന്ന് വെച്ചാൽ കാസർഗോഡ് സ്നാക്സാണ് കേട്ടോ. കാസർഗോഡ് മംഗലാപുരം ആ ഭാഗത്തിൽ, മംഗലാപുരം അങ്ങനെയില്ല, കാസർഗോഡ് തന്നെ കേട്ടോ കൂടുതലും ഇങ്ങനത്തെ സ്നാക്സൊക്കെ പെരുന്നാളിൻ്റെ അപ്പം എന്നാ പറയട്ടോ. പെരുന്നാളിൻ്റെ അപ്പം ഉണ്ടാക്കുന്നത് നമ്മളുടെ ഇടയിൽ നോമ്പിന് മുന്നെയാണ്. നോമ്പിന് ഇറച്ചിയും കായയുടെ റോള് അങ്ങനത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് വെക്കുക. പെരുന്നാളിൻ്റെ അന്ന് അങ്ങനെ സ്നാക്സ് ഉണ്ടാക്കില്ല. പക്ഷെ കാസർഗോഡ് ഭാഗത്ത് പെരുന്നാളിൻ്റെ അന്ന് കേട്ടോ കൂടുതൽ ഉണ്ടാക്കൽ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് സൊറോട്ടയാണ് കേട്ടോ. അപ്പം അത് കുറച്ചായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതും വലുതായിട്ട് വീഡിയോ എടുക്കാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല കേട്ടോ. പറ്റൂല എന്ന് വെച്ചാൽ ഫോണും കയ്യിൽ പിടിച്ചിട്ട് എടുക്കുന്നല്ലേ, പിന്നെ അതുകൊണ്ട് വീഡിയോ എടുത്തുതരാനൊന്നും വേറെ ആരുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു റെസിപ്പി വീഡിയോ ഒന്നും ഇല്ല, കുറച്ച് ഭാഗമായിട്ട് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. നമ്മളെ നാട്ടിൽ ഇതിനെ കാജ എന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ കാസർഗോഡ് ഭാഗത്തൊക്കെ സൊറോട്ട എന്നാണ് പറയാം. പൊരിച്ചെടുത്തിട്ട് പഞ്ചസാര പൊടിയും പഞ്ചസാര സിറൊക്കെ ആക്കിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഞാൻ പിന്നെ പഞ്ചസാര സിറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇത് കുഴക്കുമ്പോൾ തന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ചട്ടിപ്പത്തൽ, അത് പച്ചരിയും മുട്ടയും ഒക്കെ കൂടിയിട്ട് അരച്ചതാണ്. മറ്റേത് മൈദയാണ് കേട്ടോ. ഇത് പച്ചരിയും മുട്ടയും തേങ്ങയും എള്ളൊക്കെ കൂടിയിട്ട്, പിന്നെ തേങ്ങ പീസാക്കിയിട്ട് ഇടുക കേട്ടോ. അങ്ങനെ ഇട്ടിട്ടില്ല, തേങ്ങ ചിരണ്ടിയിട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ചുടുന്നത്. ഇത് നേരിയതാണ്, നൈസാണ് കേട്ടോ. അതും പപ്പടം പോലെയൊക്കെ ഇട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഇടാം കേട്ടോ, പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഇത് കുറച്ച് നേർക്കായതിന്, പക്ഷെ എന്നാലും കുറച്ച് ഫ്ലോപ്പായിന് കേട്ടോ. ഇത് കടല കാച്ചിയത് കേട്ടോ. കടല ഇതും പച്ചരിയും മുട്ടയും കൂടിയിട്ട് അരച്ചിട്ടാണ് കേട്ടോ. പിന്നെ മൈലാഞ്ചി കുറച്ച് മുന്നേ വെച്ചതാണ്, ഞാൻ ജസ്റ്റ് നടുക്ക് കാണിച്ചെന്നുള്ളൂ കേട്ടോ. പിന്നെ പിറ്റേന്ന് രാവിലെ എല്ലാവരും പള്ളിയിൽ പോകും. നിഷ പോയി കേട്ടോ. നിഷ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നുണ്ട്. പോയി ഇപ്പോൾ സിനാനും ഉപ്പൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സിനാനും ശ്യാമും പോവുകയാണ് കേട്ടോ. അപ്പം ഒരു ഫോട്ടോ എടുത്തിട്ട് പോകും കേട്ടോ. എന്താ വെച്ചാൽ പിന്നെ എപ്പോഴാണ് പള്ളിയിൽ നിന്ന് വരുന്നതെന്ന് അറിയില്ലല്ലോ. പിന്നെ സ്നാക്സൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിന്. പിന്നെ മുട്ടയും ചായയാണ് കേട്ടോ രാവിലത്തെ. ഫസ്റ്റ് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ മുട്ടയും ചായയാണ്. സ്നാക്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിരുന്നു, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരുന്നുള്ളൂ. പിന്നെ ചിക്കന് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെച്ചിരുന്നു ഇന്നലെ, അതും പൊരിക്കണം. പിന്നെ മസാലയും ഞാൻ രാത്രിക്ക് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ചൂടാക്കി എടുത്തു. പിന്നെ പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് സ്നാക്സൊക്കെ എടുത്ത് വെക്കണം കേട്ടോ. അപ്പം ഫാമിലിയൊക്കെ പള്ളിയിൽ നിന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും ഉമ്മാനും മാമനൊക്കെ കാണാൻ വരും, അടുത്തെല്ലാം വരും, എല്ലാവരും വരും കേട്ടോ. ഞാനിന്ന് സേമിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിന് അങ്ങനെ ആർക്കും വലുതായിട്ട് ഇഷ്ടമുണ്ടാവില്ല, നമുക്കിഷ്ടം അങ്ങനെ ഇഷ്ടമില്ല. അപ്പം അതുപോലെ തന്നെ എനിക്ക് വന്നവരും വീട്ടിൽ നിന്ന് കുടിച്ചിട്ടാണ് വരുന്നത്, പിന്നെ വേണ്ടെന്ന് പറയും. അതുകൊണ്ട് ഞാൻ വെള്ളമാണ് കേട്ടോ മേടിച്ചത്. പിന്നെ സ്നാക്സും മുട്ടായും പിന്നെ ഈത്തപ്പഴം അത്തിപ്പഴം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്ത് വെച്ചു. അതൊക്കെ റെഡിയാക്കി ടേബിളിൽ വെച്ചു കേട്ടോ. അപ്പോൾ വന്നവർക്ക് അവിടെ തന്നെ ഇരുന്ന് കുടിക്കാമല്ലോ എന്നില്ലേൽ അങ്ങനെ എടുത്ത് വെച്ചു. പിന്നെ കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സേമിയ ഒന്നും ഇല്ലെങ്കിൽ കസ്റ്റാർഡ്, സേമിയ, അങ്ങനെ മുട്ടമല, അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കും. പക്ഷെ അതൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കസ്റ്റാർഡ് ഞാൻ തലേന്ന് ആക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കസ്കസും ഇട്ട് കൊടുത്തു, ഐസ്ക്രീം ഇട്ട് കൊടുത്തു. അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. ഇപ്രാവശ്യം ഫ്രൂഡിങ്ങും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇത് മാത്രം ഉണ്ടാക്കി. എന്നുവെച്ചാൽ മധുരമായിട്ട് ഇത് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ വന്നവർക്ക് വേഗം കൊടുക്കാമല്ലോ എന്നില്ലെങ്കിൽ, ഇത് വേണ്ടവർക്ക് ഇത് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ആക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ മസാലയൊക്കെ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ചോറ് റെഡിയായി കേട്ടോ. ബിരിയാണി റെഡിയായി. പിന്നെ വലുതായിട്ട് വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഓരോരാൾ വരുന്നതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഉച്ചക്കാണ് കേട്ടോ എല്ലാവരും ചോറ് വയ്ക്കുക. പിന്നെ അങ്ങനെ ചിക്കനൊക്കെ പൊരിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇത്താത്ത ഫാമിലിയൊക്കെ വന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും വന്ന് പോയി കേട്ടോ. അന്നേരം നമുക്ക് വലുതായിട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇത്താത്തി മക്കളൊക്കെ വന്നു, അനിയത്തി മക്കളും വന്നു. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരും ഒന്നിച്ചില്ല ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. പെരുന്നാണ്ടെന്ന് അത് തന്നെയല്ലേ പ്രധാനം. പള്ളി എവിടെ പോയാലും ഒന്നിച്ചിട്ടുള്ള ഫോട്ടോ അല്ലേ. അങ്ങനെ ഞാനും അടുത്ത വീട്ടിലൊക്കെ കയറി താത്തൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇക്കാക്കാൻ്റെ മക്കളുണ്ട് കേട്ടോ, അവരൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്താത്തൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ.
ഞാനും സിനാനും കൂടി. അപ്പോൾ ഷാമും അതൊക്കെ മുന്നേ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പള്ളി കഴിഞ്ഞോട് അവിടെയൊക്കെ പോയി വന്നിട്ട് വീട്ടിലേക്ക് വരത്തട്ടോ. പിന്നെ ഞാൻ ഇത്താത്തൻ്റെ അടുത്ത് എത്തി. ഇത്താത്തൻ്റെ സേമിയും പിന്നെ ബിരിയാണി. ഇത്താത്തൻ്റെ ബിരിയാണി എല്ലാവരും ഇതുപോലെ ടേസ്റ്റ് ചെയ്ത് നോക്കൂട്ടോ. ഉച്ചയാകുമ്പോഴത്തേക്കാണ് എല്ലാവരും ഇത്താത്തൻ്റെ അടുത്ത് എത്തല്. പിന്നെ ജുമായിലോട്ട് കുറച്ച് നേരത്തെ വന്നു. അപ്പോൾ ഞാൻ സിനവും കൂടി കുറച്ച് ടേസ്റ്റൊക്കെ നോക്കി. പിന്നെ നേരെ ആപ്പാൻ്റെ വീട്ടിലേക്ക് എത്തിട്ടോ. ആപ്പാൻ്റെ വീട്ടിൽ സുലൈമാൻ്റെ മോളാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ വരാൻ ചെയ്യാണ്ടോ. സുത്തു സിനാനെയൊക്കെ കാണുമ്പോൾ അവരൊക്കെ പോകുന്നില്ല കേട്ടോ. തിരിച്ച് നമ്മളെ കൂടെ തന്നെ വരാൻ വേണ്ടി ഇതാക്കുകയാണ്. ലാസ്റ്റ് അവൾ എടുത്തിട്ട് പോയിട്ടോ. പിന്നെ നമ്മൾ വീഡിയോ അവിടെ എത്തിയിട്ട് ഒരു ഫോട്ടോ എടുത്തു. പിന്നെ ഞാൻ വീട്ടിലെത്തി കേട്ടോ. തിരിച്ച് മറ്റേ ആപ്പാൻ്റെ വീട്ടിൽ പോയി. നമ്മൾ വീട്ടിൻ്റെ അടുത്തൊരു ആപ്പയുണ്ട്. ആപ്പാൻ്റെ വീട്ടിലൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഞാൻ കാസർഗോഡേക്ക് പോവാണ് കേട്ടോ. മംഗലാപുരത്തേക്ക് പോകണം. പക്ഷേ ഫസ്റ്റ് കാസർഗോഡേക്ക് അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അനിയത്തി മക്കൾ, എൻ്റെ നേരെ അനിയത്തിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏട്ടത്തിൻ്റെ മോനുണ്ട്. അങ്ങനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഷാമിന് പിന്നെ പൊതുവേ എന്ന് വെച്ചാൽ 4 മണിക്ക് പോകേണ്ട ട്രെയിനിന് 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 3 മണിക്ക് വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ വന്നിട്ട് 3:30 പിന്നെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വണ്ടിക്ക് വെയിറ്റ് ചെയ്തു. അപ്പോൾ അനിയത്തി എത്തിയിട്ടില്ല കേട്ടോ. അനിയത്തി മക്കളും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രെയിനിന് വേണ്ടിക്ക് നമ്മൾ നോക്കി കാലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ അനിയത്തി മക്കൾ എത്തിയിട്ടില്ല. അവരെ വിളിച്ചുകൊണ്ടുണ്ട്. ഇതാണ് കേട്ടോ ട്രെയിന്. അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, അനിയത്തി മക്കൾ എത്താണ്ട് നമുക്ക് കയറാൻ പറ്റില്ല. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരെത്തിയിട്ടില്ല. ആ ട്രെയിൻ പോയി കേട്ടോ. പക്ഷേ അതിന് വെക്കിൽ തന്നെ വേറെ ട്രെയിനുണ്ട്. പക്ഷെ അതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ. പക്ഷെ അതിന് വേണ്ടിക്ക് വെയിറ്റ് ചെയ്തു. മാഷാ അല്ലാഹ് അതിലത്രയൊന്നും വലിയ ആളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ ആ ട്രെയിൻ വരുന്ന സമയമായി. പിന്നെ മിഷാലുണ്ട് കേട്ടോ. മിഷാലാണ് നമ്മുടെ കൂടെ ഉള്ളത്. പിന്നെ അനിയത്തി 2 മക്കളും ഉണ്ട്. അങ്ങനെ ട്രെയിനിൽ കയറി എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടും. അത്ര വലിയ ആളൊന്നും ഇല്ല കേട്ടോ. മക്കൾക്ക് കടന്ന് കളിച്ചിട്ടൊക്കെ വരേണ്ടത് പോലെ തന്നെയാണ് ഉണ്ടായത്. പെരുന്നാളായതുകൊണ്ട് വലുതായിട്ട് ആളൊന്നും ഇല്ല. പിന്നെ ട്രെയിനിൽ കയറിയാൽ പിന്നെ ഉറങ്ങാൻ ഒരു ഇത് തന്നിട്ട് എനിക്ക് ബസ്സിന് ട്രെയിനൊക്കെ കുറച്ച് യാത്ര ചെയ്യുന്നതെങ്കിൽ എനിക്ക് നല്ല ഉറക്കം വരും കേട്ടോ. ചെറുതായിട്ടൊന്ന് ഉറങ്ങിയൊക്കെ ചെയ്തു. പിന്നെ ഇതും എൻ്റെ പെരുന്നാൾ ഡ്രസ്സാണ് കേട്ടോ. പിന്നെ വേറെ ചുരിദാറൊക്കെ ഉണ്ട്. ഇത് അബായയാണ് കേട്ടോ. അബായ മോഡൽ അങ്ങനെ എടുത്തതാണ്. അങ്ങനെ സുഹാനും അവിടെ ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഒക്കെ ഇങ്ങനെ കളിച്ചിട്ട് ഉറങ്ങിട്ട് വരുന്ന ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് കയറുമ്പോൾ ഉണ്ടായിട്ടില്ല. പിന്നെ പയ്യനൂരൊക്കെ എത്തുമ്പോഴത്തേക്ക് ആളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇറങ്ങാനായി കേട്ടോ. കുമ്പളിയിലാണ് ഇറങ്ങേണ്ടത്. കുമ്പളിയിൽ ഇറങ്ങിയിട്ട് പിറ്റേന്നാണ് കേട്ടോ ഞാൻ മംഗലാപുരത്തേക്ക് പോകുന്നത്. അപ്പോൾ അനിയത്തിനോട് പറഞ്ഞിട്ടില്ല എല്ലാവരും വരുന്നത്. ഞാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയത്തി മക്കളൊന്നും വരുന്നെന്ന് പറഞ്ഞിട്ടില്ല. അവർക്കൊരു സർപ്രൈസ് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചു. അവിടെ എത്തിയപ്പോൾ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടോ. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീട്ടിലെത്തിയിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ കുമ്പളെ ഇറങ്ങി. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നിരിക്കുന്ന പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.